അങ്ങനെ നമ്മൾ കാത്തിരുന്ന നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഒക്ടോബർ 15 കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് PSC നമ്മളോട് പറഞ്ഞു. ദാ ഇപ്പോൾ ഒക്ടോബർ 15 കൃത്യം ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ 2025 ഒക്ടോബർ 15 വന്ന നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. PSC മുൻപ് നമ്മളോട് ഉറപ്പ് പറഞ്ഞതുപോലെ മുൻ തവണ വന്നതുപോലെ തന്നെ 2 നോട്ടിഫിക്കേഷനുകളാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 തരം നോട്ടിഫിക്കേഷനുകളാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വരുന്നത്. ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റിന് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കുറച്ച് കമ്പനി ബോർഡുകൾ ഉണ്ട്. മറ്റ് ചിലത് എന്ന് പറയുന്നത് അത്ര പ്രോഫിറ്റബിൾ അല്ലാത്ത ചില കമ്പനി ബോർഡുകളും വരുന്നുണ്ട്. അപ്പൊ ഈ 2 ബോർഡുകളിലേക്കും 2 തരം നോട്ടിഫിക്കേഷൻസ് ആണ് വന്നിട്ടുള്ളത്. പരീക്ഷയൊക്കെ പക്ഷെ ഒന്നിച്ച് തന്നെ ആയിരിക്കും. നിയമനം എന്ന് പറയുന്നത് ഇതിലേക്ക് സ്പ്ലിറ്റ് ആയി പോവുകയുള്ളൂ എന്ന് മാത്രം മനസ്സിലാക്കുക. സോ നമുക്ക് നമ്മുടെ ആ പുതിയ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ 382/2025 എന്നുള്ളതാണ് ആദ്യത്തെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ചില ബോർഡുകൾ വരുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ KSFE വരുന്നത്, അതുപോലെ തന്നെ KSEB വരുന്നത്, KMML, അതുപോലെ തന്നെ കെൽട്രോൺ വരുന്നത്, നമ്മുടെ കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, മലബാർ സിമന്റ്സ്, ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഇങ്ങനെയുള്ള കേരള ഗവൺമെന്റിന് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ചില കമ്പനി ബോർഡുകളുണ്ട്. അവയിലേക്കുള്ള അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ. അപ്പൊ തസ്തിക പറഞ്ഞിരിക്കുന്നത് ജൂനിയർ അസിസ്റ്റന്റ്, കാഷ്യർ, അസിസ്റ്റന്റ് ഗ്രേഡ് 2, ക്ലാർക്ക് ഗ്രേഡ് 1 എന്നിങ്ങനെയൊക്കെയാണ് പോസ്റ്റ് പറയുന്നത്. പക്ഷെ നമ്മൾ ഇതിനെ മുഴുവനായിട്ടും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് തന്നെയാണ് പറയുന്നത്. ഒഴിവുകള് പ്രതീക്ഷിത ഒഴിവുകളാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഓരോ പോസ്റ്റിനും, അതായത് ഓരോ കമ്പനി ബോർഡും ഓരോ സാലറി സ്കെയിലാണ് പിന്തുടരുന്നത്. സോ മറ്റുള്ള നോട്ടിഫിക്കേഷനുകളിലെ പോലെ ഇത്ര ഒരു റേഞ്ചിലാണ് സാലറി എന്ന് ഇവിടെ പറയുന്നില്ല. ഇപ്പോൾ മലബാർ സിമന്റ്സിന്റെ സാലറി സ്കെയിൽ ഒന്നാണ്, KSEBയുടെ സാലറി സ്കെയിൽ മറ്റൊന്നാണ്, KSEBയിൽ മറ്റൊന്നാണ്. അപ്പൊ അതനുസരിച്ച് മാറുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ 382/2025 ആയിരുന്നു. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ 383/2025 എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ KSRTC, ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ്, ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ വരുന്നത്, SC/ST ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഇങ്ങനെയുള്ള കമ്പനി ബോർഡുകളിലേക്കുള്ള അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. അവിടെയും നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ പ്രതീക്ഷിത ഒഴിവുകളും അതത് കമ്പനി ബോർഡുകൾ നിശ്ചയിച്ചിട്ടുള്ള സാലറി സ്കെയിലും ആയിരിക്കും ഉണ്ടാവുക. അത് വേരിയിങ് ആയിരിക്കും. വേരിയസ് കമ്പനി കോർപ്പറേഷൻ ബോർഡുകളാണ്. ഇപ്പൊ ബോർഡ് മാറുന്നതിനനുസരിച്ച് സാലറിയും മാറുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഓവറോൾ ഒന്നും കൂടി അങ്ങ് പറയാം. നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഏറ്റവും പുതിയ വിജ്ഞാപനം ഒക്ടോബർ 15 ഇന്ന് വന്നു. 2 നോട്ടിഫിക്കേഷനുകളാണ് വന്നിട്ടുള്ളത്. ഒന്ന് കുറച്ചധികം നമുക്ക് KSEB, KSFE പോലുള്ള ബോർഡുകൾ, 2 KSRTC, ഫാർമസ്യൂട്ടിക്കൽസ്, ലാൻഡ്, അങ്ങനെയുള്ള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഇങ്ങനെയുള്ള ചില ബോർഡുകൾ. ഒന്നാമത്തെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 382/2025, രണ്ടാമത്തേത് 383/2025. ഇനി ഈ 2 പോസ്റ്റുകളിലേക്കും അപേക്ഷിക്കാനുള്ള, അല്ലെങ്കിൽ 2 നോട്ടിഫിക്കേഷൻ പ്രകാരവും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. എക്സാം ഒന്നിച്ചായിരിക്കും, നിയമനവും ഒന്നിച്ചു തന്നെ ആയിരിക്കും നടക്കുന്നത്. ഒറ്റ രീതിയിലായിരിക്കും. സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്, പ്രിലിമിനറി പരീക്ഷയൊക്കെ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക. ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 18നും 36നും ഇടയിലായിരിക്കണം. സാധാരണ നമ്മുടെ PSC പരീക്ഷകൾ പോലെ തന്നെയാണ്. ഇവിടെ പ്രത്യേകം ഡേറ്റ് പറയുന്നുണ്ട്. നിങ്ങൾ 2/1/1989നും 1/1/2007നും ഇടയിൽ ജനിച്ചവരാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. 2/1/1989നും 1/1/2007നും ഇടയിലായിരിക്കണം. യോഗ്യത ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, കേരള PSC അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 19/11/2025, നവംബർ 19 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. സോ അവസാന തീയതി വരെ കാത്തിരിക്കേണ്ട, ഇപ്പോൾ തന്നെ നിങ്ങൾ അപേക്ഷിക്കുക. നമ്മൾ പറഞ്ഞു പ്രിലിമിനറി പരീക്ഷയും മെയിൻ പരീക്ഷയും ഒക്കെ ഇതിനുണ്ടാകും. ഒരു ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ആണ്. സ്റ്റേറ്റ് ലെവലാണ് എക്സാം നടക്കുന്നത്. സ്റ്റേറ്റ് ലെവൽ ലിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ കേന്ദ്രീകൃതമായിട്ടുള്ള
നിയമനങ്ങളും പ്രൊസീജിയറുകളും ഒക്കെ തന്നെ ആയിരിക്കും വരുന്നത് എന്ന് മനസ്സിലാക്കുക. എങ്ങനെ പോയാലും നമുക്കൊരു ഫെബ്രുവരി മാർച്ച് സമയത്തൊക്കെ പ്രിലിംസ് എക്സാം പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. സോ വിരലിൽ എണ്ണാവുന്ന മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പഠനം നല്ലതുപോലെ ഉഷാറാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഉഷാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എൻട്രിയിൽ നമ്മുടെ ബിബിൻ സാറിന്റെ നേതൃത്വത്തിലുള്ള ഏറ്റവും പുതിയ ഡിഗ്രി ലെവൽ ബാച്ച് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ഇനി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണല്ലേ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഡിഗ്രി ലെവൽ ബാച്ച് നമ്മൾ ഈ വരുന്ന ഒക്ടോബർ 20-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അതിൽ ജോയിൻ ചെയ്യാൻ നമുക്ക് കിഡിലായിട്ട് അടിപൊളിയായിട്ട് പഠിച്ച് ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. കാരണം എപ്പോഴും നമ്മൾ പറയുന്നത്, ഇതിനു മുൻപും നമ്മൾ ഒരുപാട് തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ പ്രത്യേകത പഠിച്ചാൽ ജോലി ഉറപ്പ്. നിങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതിയിട്ടുണ്ടോ, നിങ്ങൾ ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ, നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് തന്നെ നോക്കുകയാണെങ്കിൽ 2500-ലധികം ആളുകളാണ് ഇപ്പൊ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നിയമനം ലഭിച്ചിട്ടുള്ളത്. ലിസ്റ്റ് വന്നിട്ട് 1.5 വർഷമേ ആയിട്ടുള്ളൂ. ലിസ്റ്റ് ഇപ്പോ ഓൾറെഡി പൊക്കോണ്ടിരിക്കുന്ന ഒരു ലിസ്റ്റ് കമ്പനി ബോർഡിനുണ്ട്. ആ ലിസ്റ്റ് പ്രകാരം 2500-ലധികം ആളുകൾ ജോലി നേടിയിട്ടുണ്ട്. സോ 1.5 വർഷത്തിനിടയിൽ അത്രയും പേർക്ക് നിയമനം നൽകണമെന്നുണ്ടെങ്കിൽ അത് അത്രയും വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. സോ അതിനു വേണ്ടിയിട്ട് ഉഷാറായിട്ട് ഇന്ന് തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങിക്കൊള്ളുക. കമ്പനി ബോർഡ് അസിസ്റ്റന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് തരം സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ ബാച്ചുമായി ബന്ധപ്പെട്ട ഡൗട്ടുകൾ, ഇപ്പോൾ ഒക്ടോബർ 20-ന് ബിബിൻ സാറിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ പുതിയ ബാച്ചുകളൊക്കെ നമ്മൾ ഉടൻ തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ടുകളാണെങ്കിലും ഇനി വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകളെ പറ്റിയിട്ടുള്ള ഡൗട്ട് ആണെങ്കിലും, ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ നമുക്ക് അടുത്ത മാസം തന്നെ നമുക്ക് വിജ്ഞാപനം പ്രതീക്ഷിക്കാം. അപ്പൊ അതുപോലുള്ള എക്സാംസിനെ പറ്റിയിട്ടുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കും വിധമുള്ള വീഡിയോസും ഇനി ചെയ്യുന്നതായിരിക്കും. സോ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നവംബർ 19-നുള്ളിൽ അപേക്ഷിക്കാം. പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക. ഉഷാറായിട്ട് പഠിച്ചു തുടങ്ങുക. പഠിച്ചാൽ ജോലി ഉറപ്പുള്ള നോട്ടിഫിക്കേഷൻ ആണെന്ന് മനസ്സിലാക്കുക. വീണ്ടും കാണാം. താങ്ക് യു.